അങ്ങനെ നികേഷ് സങ്കടം സഹിക്കുവാൻ വയ്യാതെ തൻ്റെ അമ്മയല്ല സുഭാഷ് ഏട്ടൻ്റെയും സുധീഷ് ഏട്ടൻ്റെയും ഹരീഷ് ഏട്ടൻ്റെയും എന്ന് മനസ്സിലാക്കി താൻ ആ വീട്ടിൽ മറ്റൊരമ്മയുടെ മോനല്ലേ എന്നൊക്കെ ഒരു വിചാരം തന്നെ കൂടുതലായിട്ട് വേദനിപ്പിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നൽ പോലും ആ നികേഷിനുണ്ടാകുകയും ആ കടൽ തീരത്ത് പോയി ഇരിക്കുകയാണോ. അങ്ങനെ സുധീഷ് പോയി കണ്ടെത്തുകയും വളരെ സൗമ്യമായ രീതിയിൽ അവനെ വേദനിപ്പിക്കാത്ത രീതിയിൽ കളിതമാശകൾ പറഞ്ഞ് അവനോട് പറയാണ്, കണ്ടു കിട്ടിയതിന് ശേഷം നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നീ എന്താണ് ഞങ്ങൾ എവിടെയൊക്കെ നിന്റെ അന്വേഷണം അറിയാമോ, നിന്റെ ചേട്ടനെ കുറിച്ച് സുഭാഷ് ഏട്ടനെ കുറിച്ച് നിനക്കറിയത്തില്ല, നീ ഇല്ലാതെ സുഭാഷ് ഏട്ടൻ ഇല്ല, സുഭാഷ് ഏട്ടൻ എവിടെയൊക്കെ അലഞ്ഞെന്ന് നിനക്കറിയുമോ, ആ അവിടെ വന്ന് വീഴുകയും നിന്നെ കാണാതെ വരുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തത് നീ അറിഞ്ഞോടാ എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് നികേഷ് സുധീഷിന്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അപ്പൊ പറയടാ, നീ എന്തായാലും നമുക്ക് ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല, നമ്മുടെ നാട്ടിൽ നമ്മളെ ആരും പരിഗണിക്കുന്നില്ല, നാട്ടുകാർ നമ്മളെക്കുറിച്ച് എന്തൊക്കെ ചീത്ത വാക്കുകളാണ് പറയുന്നത്, നമ്മൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് ജീവിച്ചവരല്ലേ, അപ്പോൾ പിന്നെ നീ എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, നീ വാ നമുക്ക് പോകാം എന്ന് പറയാ കേട്ടോ. അപ്പൊ പെട്ടെന്ന് നികേഷ് പറയാണ്, എന്നാലും ചേട്ടാ നമ്മുടെ അമ്മ ഒന്നല്ലല്ലോ എന്നൊരു തോന്നല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, എന്തായാലും ഒരച്ഛൻ്റെ മക്കളല്ല നമ്മള്, നീ അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്, നിന്റെ ചേട്ടനല്ലാതെ ഞാനും സുഭാഷ് ഏട്ടനും ഹരീഷും ഒക്കെ, നിനക്ക് അവരെ അവഗണിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോടാ എന്ന് ചോദിച്ച് സുധീഷ് വളരെ സൗമ്യമായി നികേഷിനെ മയക്കിയെടുക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അന്നേരം പെട്ടെന്ന് അതിനുശേഷം പറയുന്നു, സുഭാഷ് ഏട്ടൻ നിന്നെ കാണാതെ ഈ എത്രത്തോളം വെപ്രാളം കാണിച്ചെന്നറിയാം, പുള്ളി ചങ്ക് പൊട്ടി ചത്തേനോടാ എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് സുഭാഷിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നികേഷിന് സഹിക്കാൻ പറ്റാതെ വരികയും എന്ത് ചെയ്യാ സുഭാഷ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ, നീ അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ ആ മണൽത്തരിയിൽ പാതി ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെ മുട്ടുകുത്തിയിരിക്കുന്ന സുഭാഷിനെ കണ്ടപ്പോൾ നികേഷ് ചാടി എണീക്കുകയും ഓടിച്ചെന്ന് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യാട്ടോ. അപ്പൊ പെട്ടെന്ന് സുഭാഷ് ചോദിക്കുകയാണ്, എടേ എന്തിനാണ് മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷണം അറിയാമോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയത് എന്ന് ചോദിക്കുകയും അങ്ങനെ സോറി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് നികേഷ് പൊട്ടിക്കരയുകയും അതിനോടൊപ്പം സുഭാഷും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സങ്കടകരമാകുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡുണ്ട് കേട്ടോ. അതിനുശേഷം പറയാണ്, എടാ ഇനി നീ ഇങ്ങനെ ആവർത്തിക്കില്ല, നീ എൻ്റെ നീ അനിയനല്ലടാ, നീ അല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടോടാ എന്ന് ചോദിച്ച് അവനെ നികേഷിനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ വാ നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം, ഹരീഷും അതുപോലെ നിന്റെ ചേട്ടനെയും ഒക്കെ നിന്നെ കാത്തിരിക്കുകയാണ്, അവരൊക്കെ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ, ഹരീഷ് ആണെങ്കിൽ നിന്റെ കോളേജിലും നിന്റെ കൂട്ടുകാരുടെയും അതുപോലെ അവിടെയുള്ള കടകളിലൊക്കെ നിന്നെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്, അവൻ്റെയും ജീവൻ പകുതി പോയതുപോലെയാണ്, നിന്നെ ഞങ്ങളുടെ അനിയൻ തന്നെയല്ലടാ, അല്ലാതെ ആരായിട്ടാണ് ഞങ്ങൾ ഇതിന്റെ കണ്ടിട്ടുള്ളത്, നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിച്ച് പോകാം എന്ന് പറയുകയും അങ്ങനെ സുധീഷുമായി ആ കടൽ തീരത്തുനിന്ന് നികേഷുമായിട്ട് അവിടെ സുഭാഷും ആ വീട്ടിലേക്ക് യാത്ര തിരിക്കോട്ടെ. ഇതിനിടയിൽ നിധിയെയും ഹരീഷിനെയും വിളിച്ച് സുധീഷ് പറയുന്നുണ്ട്, ഇതുപോലെ നികേഷിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, നീതി പറഞ്ഞതുപോലെ തന്നെ ആ കടൽ തീരത്തുണ്ടായിരുന്നു എന്ന് പറയുകയും അത് കേട്ട ആശ്വാസത്തിൽ നികേഷ് വരുന്നതും കാത്ത് ഹരീഷും നിധിയും ആ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ 1 മണിക്കൂറും നികേഷിന് വേണ്ടി കാത്തിരിക്കുന്ന നിധിയെയും ഹരീഷിനെയൊക്കെ ആണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ സുധീഷിന്റെ വണ്ടിയിൽ നിന്ന് നികേഷ് ഒരു ചെറിയ ചമ്മലോട് കൂടി അല്ലെങ്കിൽ പൂർണ്ണമായും വിഷമത്തോടു കൂടി ഇറങ്ങിയപ്പോൾ ഹരീഷ് ഓടിച്ചെന്ന് തന്റെ കയ്യിൽ അടിക്കുകയാണ്. ദേഷ്യത്തോടു കൂടിയല്ല കേട്ടോ, സങ്കടം സഹിക്കുവാൻ വയ്യാതെ, അതുപോലെ സന്തോഷം മനസ്സിൽ ഇവൻ തിരിച്ചു വന്നല്ലോ എന്നൊരു സന്തോഷവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഹരീഷ് ചെന്ന്, നീ എന്നാടാ കാണിക്കുന്നത്, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ച് ഞാൻ നടന്നറിയാമോ, നിന്റെ സുഭാഷ് ഏട്ടൻ നിന്നെ എവിടെയൊക്കെ അന്വേഷണം അറിയാമോ, നീ അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊന്ന് നോക്കിയടാ എന്നൊക്കെ ചോദിച്ച്, നീ എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കാൻ പോയത്, നീ എവിടെ പോയതാടാ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയും കൈക്കിട്ടടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ പെട്ടെന്ന് സുഭാഷ് പറയാണ്, എടാ നീ അവനെ അടിക്കാതെ, നീ അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകാൻ പറയുക. അങ്ങനെ നിധിയും ഓടി വന്ന് നികേഷുമായിട്ട് എന്നാണ് നികേഷ് നീ കാണിക്കുന്നത് എന്ന് ചോദിച്ച് അകത്തേക്ക് വലിച്ചോണ്ട് പോകുന്ന കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോയതിനു ശേഷവും ഈ സമയത്ത് ഭാസ്കരൻ അതെല്ലാം കണ്ടോണ്ട് കിടക്കുക കേട്ടോ. കാരണം തന്റെ മനസ്സിൽ ആ സ്നേഹം പ്രകടമാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. കാരണം നികേഷ് വന്നാലെന്ത്, വന്നില്ലെങ്കിൽ
രീതിയിൽ എന്നൊരു രീതിയിൽ ഭാസ്കരൻ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിനുള്ളിൽ എവിടെയോ എന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് വേദന സഹിച്ചു നിൽക്കുന്ന ഭാസ്കരനെയൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അതിനുശേഷം അകത്ത് ചെന്നതിന് ശേഷം ഹരീഷ് നികേഷിന് വഴക്ക് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്നേഹത്തോടു കൂടി ഒരു അനിയൻ ചെയ്ത തെറ്റിന് കൊടുക്കേണ്ട ആ ശിക്ഷണം പോലെ തന്നെ വഴക്ക് പറയുകയും അങ്ങനെ ഒടുവിൽ ഇല്ല ചേട്ടാ ഞാനിനി അങ്ങനെ പോകില്ല എന്ന് പറയുകയും എനിക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല, നമ്മുടെ അമ്മ ഒന്നല്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഹരീഷിനോടും ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയാണ് എന്തായാലും എന്താടാ നമ്മളെല്ലാം ഒരു അപ്പൻ്റെ മക്കളല്ലാടാ, അപ്പന് നമ്മളെ വേണ്ടെങ്കിലും അമ്മയ്ക്ക് നമ്മളെ വേണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഒന്നല്ല, നിന്നെ വളർത്തിയതല്ലടാ നിന്റെ ചേട്ടൻ സുഭാഷ്, എന്നെ ഒരു സ്വന്തം മോനെപ്പോലെ അല്ലേടാ സുഭാഷ് ചേട്ടൻ വളർത്തിയത്, ആ സുഭാഷ് ചേട്ടനെ നീ വേദനിപ്പിക്കാവോടാ എന്നൊക്കെ ചോദിച്ച് ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സുഭാഷിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ സുഭാഷ് ചേട്ടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അതിനുശേഷം ആശ്വാസവാക്കുകൾ കൊണ്ട് നികേഷിനെ ശാന്തമാക്കിയതിനു ശേഷം ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ സമയത്ത് ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ല അവിടെ. അതിനിടയിൽ സുധീഷ് പറയാണ് വേണ്ട ചേട്ടാ ഞാൻ ആഹാരം പാഴ്സൽ മേടിച്ചോളാം എന്ന് പറയുകയും അങ്ങനെ ബുക്ക് ചെയ്യാൻ പറയാണ്, ഞാൻ ബുക്ക് ചെയ്തോളാം, നമുക്ക് ബിരിയാണി ഇന്ന് കഴിച്ചേക്കാം എന്ന് പറയുകയും ഇവനും വിശന്നല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്യാൻ വലിയ അഹങ്കാരത്തോടു കൂടി അതിനിടയ്ക്ക് സുധീഷ് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്ത് ഈ ഹോട്ടലിലേക്ക് വിളിക്കാൻ ശ്രമിക്കും. അയ്യോ ദൈവമേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയും പെട്ടെന്ന് സുധീഷ് അതിനിടയ്ക്കും കോഴിത്തരം കാണിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ചേട്ടന് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു കടയില്ലേ പരിചയക്കാരൻ, ആ കടയിൽ നിന്ന് ആഹാരം ബുക്ക് ചെയ്താലോ എന്ന് ചോദിക്കട്ടോ. അന്നേരം ഹരീഷ് മനസ്സിലായി അവന്റെ പൈസ ഇല്ലാണ്ട് സുഭാഷേന്റെ തലയെ കെട്ടിവെക്കുക അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ആ സുഭാഷ് പറയാം ആ ശരി, നിഷ്കളങ്കനായ ആ സുഭാഷ് പറയാണ് ഇല്ല ഞാൻ ചെയ്തോളാം, ഞാൻ ബുക്ക് ചെയ്തോളാം എന്ന് പറയുകയും സുഭാഷ് ബിരിയാണി ഓർഡർ ചെയ്യുകയും ചെയ്യുകയാണ്. അതിനിടയ്ക്ക് പോയി ചായ കൊണ്ടുപോയി നമ്മുടെ നികേഷിന് കൊടുക്കുന്നു. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നികേഷിനോട് ഇടപെടുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നികേഷുമായിട്ട് നിധി അമ്പലത്തിലേക്ക് പോവുകയും അമ്പലത്തിൽ പോകുന്ന വഴിക്ക് നികേഷിനെ ആശ്വാസ വാക്കുകൾ കൊണ്ടൊക്കെ നിധി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ തൻ്റെ അമ്മ ആരാണ് എന്ന് അറിയത്തില്ലാത്തതിൻ്റെ വിഷമം, തനിക്ക് വേറൊരു അമ്മയുടെ മോനാണ് എന്നൊരു തോന്നൽ നികേഷിനെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിധി മനസ്സിലാക്കുകയും അങ്ങനെ ഉപദേശങ്ങൾ കൊണ്ട് അമ്പലത്തിൽ കുറച്ചു നേരം ഇരുന്ന് ഉപദേശിക്കുകയും അങ്ങനെ നിന്റെ ചേട്ടൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോടാ സുഭാഷ്, ഞാൻ 3 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്, അതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യൻ സുഭാഷ് ചേട്ടൻ, നിങ്ങളെല്ലാം സ്വന്തം ജീവനായിട്ടല്ലേ കരുതുന്ന ആ സുഭാഷ് ചേട്ടനെ നീ ഇനി വിഷമിപ്പിക്കില്ലട്ടോടാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ നിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വലിയ സർപ്രൈസ് ആട്ടോ. സുധീഷിന്റെ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇടയ്ക്ക് തന്റെ സർട്ടിഫിക്കറ്റ് വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ തന്റെ സുധീഷിന്റെ സ്ഥിരം പാസഞ്ചർ ആയിട്ടിരിക്കുന്ന ആ ടീച്ചർ വിളിക്കുകയും നിധിയുടെ ആ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് എന്ന വാർത്ത നിധിയെ അറിയിക്കുകയും ചെയ്യും. അപ്പൊ പെട്ടെന്ന് അതിശയം തോന്നുക കേട്ടോ നിധിക്ക്, എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണോ എന്നൊരു തോന്നല് നിധിക്ക്. അതൊരു വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഇതുവരെയും ഈ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തനിക്ക് ലഭിക്കില്ല, അങ്ങനെ താൻ ആഗ്രഹിച്ച ഒന്നും നടക്കില്ല എന്നൊരു തോന്നലുമായിട്ട് നിൽക്കുന്ന നിധിക്കാണ് സുധീഷ് ആ സർപ്രൈസ് കൊടുക്കുന്നത്. അങ്ങനെ നീ പെട്ടെന്ന് വാ നിധി, നമുക്ക് കോളേജിലേക്ക് പോകാം, അവിടെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ് മേഡം വിളിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം സത്യമാണോ എന്ന് ചോദിക്കുക. അന്നേരം പറയും സത്യമാണ്, നീ എന്ന് വിശ്വസിക്കുക എന്ന് പറയുകയും നീ എത്രയും വേഗം റെഡിയാകാൻ പറയും. അപ്പം പെട്ടെന്ന് പറയാം നിധി അമ്പലത്തിൽ പോയിട്ട് വന്നല്ലേ, എനിക്ക് റെഡിയാകാനൊന്നുമില്ല, നമുക്ക് പോയേക്കാമെന്ന് പറയുകയും അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി സുധീഷിനൊപ്പം ആ കോളേജിലേക്ക് പോവുകയാണ്, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന നിധിയെ മാക്സിമം തൻ്റെ മനസ്സിലേക്ക് കയറ്റുവാൻ വേണ്ടിയുള്ള വാക്കുകളും സംസാരങ്ങളും ഒക്കെ സുധീഷിന്റെ ഭാഗത്തുണ്ട്. എന്തായാലും നിധി ഇപ്പോൾ വളരെ സന്തോഷവതിയാണ്. കാരണം താൻ ആഗ്രഹിച്ച ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അപ്പം സുധീഷിന് നന്ദിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിധീഷ് വലിയ അഹങ്കാരത്തിൽ എനിക്ക് അതിന്റെ ആവശ്യം, നന്ദിയോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിധി എന്നൊക്കെ ചോദിച്ച്, നീ ആദ്യം നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക, നിനക്ക് ആഗ്രഹം തുടർന്ന് പഠിക്കണമെന്നൊക്കെ അല്ലായിരുന്നു, അത് പഠിക്കുക,
എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് അതിനിടയ്ക്കും മറ്റേ ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പം സുധീഷിന്റെ മുഖം ഒന്ന് വിളറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം കോളേജിലെത്തുകയും അങ്ങനെ മേഡത്തെ കാണുകയും മേഡം നിധിയെ കണ്ട് പറയാണ് എല്ലാം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് ഒരു ഒപ്പിട്ടിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാമെന്ന് പറയുക. എന്നാലും നിധിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിധി ചോദിക്കുകയാണ് സത്യമാണോ മേഡം എന്ന് ചോദിക്കുമ്പോൾ സത്യമാണ്, അതിനിപ്പോൾ എന്താ 2 ആഴ്ച എന്ന് പറഞ്ഞത് ഞാനൊരു അവധി പറഞ്ഞെന്നുള്ളൂ, അതിന് മുമ്പ് തരാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട് വന്ന് മേടിക്കാൻ പറയുകയും അങ്ങനെ ചെന്ന് പെട്ടെന്ന് പോയി ആ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി സൈൻ ചെയ്യുകയും അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് മേടിക്കുകയും ചെയ്യുമ്പോൾ നിധിയുടെ കണ്ണുകൾ നനഞ്ഞൊഴുകുന്ന സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന അവസ്ഥ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നിധി ആ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി ആലോചിക്കുക, തൻ്റെ അച്ഛൻ തൻ്റെ മുൻപിൽ വെച്ച് ആ തൻ്റെ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറുകയും അങ്ങനെ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ആരുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നിധി ഓർക്കും. ഇതിനിടയ്ക്ക് സുധീഷ് ആ മേഡവുമായിട്ട് പോയിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പെട്ടെന്ന് നിധിയുടെ ശ്രദ്ധയിൽപ്പെടുക. അത്രയും സമയം ഈ സർട്ടിഫിക്കറ്റുമായിട്ടിരുന്ന് ആലോചിച്ച നിധി നോക്കുമ്പോൾ സുധീഷ് ആ മേഡവുമായിട്ട് ഇന്ന് സംസാരിക്കുകയും കൊഞ്ചിക്കുഴയുകയും ചെയ്യുന്നത് കാണുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നിധി പരുങ്ങലോട് കൂടി അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടു കൂടി നോക്കുന്നത് സുഭാഷ് കാണുന്നുണ്ട്. സുഭാഷ് യഥാർത്ഥത്തിൽ മറ്റ് സ്ത്രീകളുമായിട്ട് നിധിയുടെ മുൻപിൽ വെച്ച് സംസാരിക്കുന്നതും അതോ അല്ലെങ്കിൽ കൊഞ്ചിക്കുഴയും തമാശയൊക്കെ പറയുന്നത് നിധിക്ക് തന്നോട് ശ്രദ്ധയുണ്ടോ, തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കാണും ദേഷ്യം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാട്ടോ. അങ്ങനെ ഈ സുധീഷ് ഏറുകണ്ടിട്ട് നോക്കുമ്പോൾ നിധി ഇത് ദേഷ്യത്തോടു കൂടി ശ്രദ്ധിക്കുന്ന കാണുകയും അങ്ങനെ അതിനുശേഷം ഈ മേഡത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സുധീഷ് നിധിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മറ്റ് സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുക. അന്നേരം നിധി പറയാം അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യണം, നിങ്ങളുടെ വഴി നമ്മൾ തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നത്, നിങ്ങൾക്ക് ആരുമായിട്ട് കൊഞ്ചിക്കൊഴിയാം എന്നൊക്കെ പറയുക. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പോകാം എന്ന് പറയും. അതിനുശേഷം നിധിയും സുധീഷും കൂടെ തിരിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രയിൽ എവിടെയോ ഒരു ബീച്ച് കാണുകയാണ്. അപ്പം ഈ നികേഷ് പോയിരുന്ന ആ ബീച്ചിൻ്റെ അടുക്കൽ എത്തുകയും പെട്ടെന്ന് സുധീഷിനോട് പറയാണ് നമുക്കിവിടെ നിന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക. അപ്പം സുധീഷിനും അത് സന്തോഷമായി. സുധീഷും ആഗ്രഹിച്ച് അത് തന്നെയായിരുന്നു, കുറച്ചു നേരം നിധിയുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ പെട്ടെന്ന് കാർ ഒതുക്കി ആ കടൽ തീരത്തേക്ക് പോവുകയാണ്. ഇതിനിടയിൽ സുധീഷിനോട് പറയുന്നുണ്ട് അതെ വാഹനം നല്ലപോലെ ലോക്ക് ചെയ്യണം കേട്ടോ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് എന്ന് പറയാം. അപ്പം സുധീഷ് പറഞ്ഞു അതൊക്കെ അതിൻ്റെ അകത്തിരുന്നോളൂ, ഭദ്രമായിട്ടിരുന്നോളൂ, ഞാൻ ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പം മനസ്സിനുള്ളിൽ ഒരു പേടിയുണ്ട്, സർട്ടിഫിക്കറ്റ് ഇനിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പോകുമല്ലോ എന്നൊരു തോന്നൽ നിധിക്കുണ്ട്. അതങ്ങനെ അതിനുശേഷം അവർ കടൽ തീരത്ത് കൂടെ കുറച്ചു നേരം നടക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുന്നു. സുധീഷ് മാക്സിമം നിധിയെ തൻ്റെ മനസ്സിലേക്ക് കയറ്റുവാനുള്ള വാക്കുകൾ കൊണ്ടും തമാശകൾ കൊണ്ടും നിധിയെ മയക്കിയെടുക്കുന്ന ഒരു ഭാഗം കാണാം. അപ്പോൾ എന്തായാലും നിധി ഇപ്പോൾ വളരെ സന്തോഷവതിയാണ്, സുധീഷിൻ്റെ ഓരോ വാക്കുകളും കേൾക്കുകയും അപ്പോൾ സുധീഷിനോടൊപ്പം കൂടുതൽ സമയം സംസാരിക്കുവാനൊക്കെ ശ്രമിക്കുന്ന നിധിയുടെ ഒരു മനോഹരമാകുന്ന ഒരു ഭാഗം കാണാം. എന്തായാലും നിധിക്കും അല്പമായിട്ട് സുധീഷിനോട് സ്നേഹം തോന്നുകയും അല്ലെങ്കിൽ എന്തോ എന്ന് തോന്നുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. അങ്ങനെ കടൽ തീരത്തോടെ കുറച്ചധികം സമയം കുടയൊക്കെ ചൂടി പരസ്പരം കടലയൊക്കെ മേടിച്ച് കഴിച്ച് ഒരു യാത്ര ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന ഭാഗമുണ്ട്. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തുന്ന ഭാഗമാണ്. അതിനുശേഷം നികേഷിനെ വീണ്ടും സുധീഷ് വളരെ സുഭാഷ് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന ഭാഗമുണ്ട്. ഇനിയും അവൻ അബദ്ധങ്ങളൊന്നും കാണിക്കില്ല, അല്ലെങ്കിൽ അവൻ തൻ്റെ അമ്മയും തങ്ങളുടെ അമ്മയും മറ്റൊരാളാണ് എന്ന് മനസ്സിലാക്കി ഇനി അവൻ വേദനിക്കാൻ പാടില്ല എന്ന് തോന്നി മാക്സിമം നികേഷുമായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനിടയിൽ സുധീഷിന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുകയാണ്, മറ്റൊന്നുമല്ല എങ്ങനെയെങ്കിലും നിധിയുമായിട്ട് കുറച്ച് ദിവസം മാറി നിന്ന് നിധിയുടെ മനസ്സിൽ കയറിക്കൂട്ടം, അതിനുവേണ്ടി ഒരു ടൂർ പ്ലാൻ ചെയ്താലോ എന്നിങ്ങനെ സുധീഷ് ചിന്തിക്കണം. അതിനുവേണ്ടി സുധീഷ് സുഭാഷേട്ടൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, സുഭാഷേട്ടാ നമ്മുടെ മറ്റ് പേരുകൾ പറഞ്ഞാണ് സുഭാഷിനെ ഇവർ സുഖപ്പെടുന്നത് കേട്ടോ. സുഭാഷേട്ടാ നമ്മൾ നികേഷ് വളരെ സങ്കടത്തിലല്ലേ, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നതാണ് സങ്കടമില്ല എന്ന്, പക്ഷെങ്കിൽ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും സങ്കടമുണ്ട്. അതുകൊണ്ട് അവനെ കുറച്ച് ദിവസം നമുക്ക് മാറ്റി നിർത്തണം, അതിനുവേണ്ടി നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്താലോ എന്ന് ചോദിക്കുക. ടൂറോ? ഇപ്പോൾ സുഭാഷ് കേട്ടപ്പോൾ ടൂറോ? നമുക്ക് വെളിയിൽ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കുക. അപ്പം സുഭാഷ് ഇങ്ങനെ ചിന്തിക്കുകയാടാ, ഇപ്പോഴതെങ്ങനെയാടാ, എനിക്ക് പുതിയൊരു വർക്കൊക്കെ എടുത്തിട്ട് നിൽക്കുക, അതിനിടയ്ക്ക് നമുക്ക് കറങ്ങാൻ പോകാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷിനോട് പറഞ്ഞു, ചേട്ടന് അനിയന്മാരോട് സ്നേഹമില്ലെങ്കിൽ വേണ്ട, ജോലിക്ക് പോക്കോ. പക്ഷേങ്കിൽ അവൻ്റെ അവസ്ഥ വളരെ സങ്കടകരമാണ്. കാരണം അവൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അവൻ നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്ന മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നതിനും ഭേദം നമ്മളെല്ലാവരും കൂടി ഒരു ഫാമിലി ടൂർ പോകാമെങ്കിൽ കുറച്ചു നേരം അവന് സന്തോഷമുണ്ടാകും, അവൻ മനസ്സിൽ നിന്ന് തൻ്റെ ഭാരവും വേദനയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പറയാം.
അപ്പോൾ സുഭാഷൻ ചിന്തിച്ച് ശരിയാ തന്നെ അനിയന് വേണ്ടി പോയേക്കാം എന്ന് പറയുകയും അങ്ങനെ എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കും. പറയും നമുക്ക് ഇച്ചിരി അകലെ പോകാം എന്ന് പറയും. അകലെ പോകാനോ? അപ്പം ഒരു ദിവസം നമുക്ക് പോയിട്ട് കറങ്ങി പോന്നാൽ പോരെ എന്ന് ചോദിക്കുക. എന്നാണ് സുധീഷ് ഒരു ദിവസം കൊണ്ട് എങ്ങനെ ചേട്ടാ, നമുക്ക് 2 ദിവസത്തേക്ക് മാറി നിന്ന് നമുക്ക് എൻജോയ് ചെയ്തിട്ട് മടങ്ങി വരാമെന്ന് പറയുക. അങ്ങനെ എല്ലാവരും അങ്ങനെ സുഭാഷിനെ മയക്കിയെടുക്കുന്ന സുധീഷാണ്. അങ്ങനെ സുഭാഷിന്റെ കയ്യിൽ നിന്ന് ടൂർ പോകാനുള്ള അനുമതി കിട്ടുകയും അതിനുശേഷം ഇനി വലിയൊരു കടമയെന്ന് പറഞ്ഞാൽ ഹരീഷിനെ മയക്കിയെടുക്കുക. ഹരീഷിനെയും പോയി മയക്കിയെടുക്കുന്ന ഭാഗമുണ്ടാകും. അപ്പോൾ ഹരീഷിനോട് പറയുന്നത്, എടാ നികേഷും സുഭാഷ് ചേട്ടനൊക്കെ എന്നും ഈ വീട്ടിൽ തന്നെയല്ലേ, അതുപോലെ നിധിയും ആ വീട്ടിൽ തന്നെയല്ലേ, നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുപോയി കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പറയുക. അങ്ങനെ ഹരീഷ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം തനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുപോലെ കാശ് വെറുതെ ചിലവാക്കുന്ന ആളുമല്ല, വീട്ടിലേക്കും കാശ് കൊടുക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഇല്ല എനിക്ക് പറ്റിയാൽ എനിക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറയാം. പെട്ടെന്ന് പറയാണ്, എടാ നീ ഒന്ന് ചിന്തിക്കടാ, സുഭാഷ് ചേട്ടൻ ഈ വീട്ടിൽ എപ്പോഴും നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തരുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിൽ വീണ്ടും മടങ്ങിയെത്തുന്നു, നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നു. അല്ലോ നികേഷ് ഇപ്പോൾ കണ്ടില്ലേ സങ്കടത്തിലാണ് നിൽക്കുന്നത്, അവനും മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് വെളിയിൽ പോയി എല്ലാ ഫാമിലിയായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് പറയുകയും അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് ഹരീഷിനെ മയക്കിയെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം നമ്മുടെ നിധിയെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാം, അപ്പം ടൂർ പോകാം അല്ലേ എടാ എന്ന് ചോദിച്ച് സുഭാഷ് വരുന്നത്. അപ്പം എല്ലാവരും സമ്മതം കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് നികേഷിനോട് ചോദിക്കുക, നികേഷ് 100% സമ്മതം പറയുകയാണ്. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ചോദിക്കും, നിധിയോ? അപ്പം സുധീഷ് പറഞ്ഞു, നിധിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും പറയും, അതുമല്ല അവളിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടൻ തന്നെ പോയി നിധിയോട് ചോദിക്കണം എന്ന് പറയുക. അങ്ങനെ ആ ദൗത്യം സുഭാഷിന്റെ തലയിൽ വെക്കുക. അങ്ങനെ സുഭാഷ് പോയി നിധിയുമായിട്ട് സംസാരിക്കുക. നിധി ആദ്യം വിസമ്മതിക്കുക കേട്ടോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം ചേട്ടാ എന്ന് പറയാണ്. അപ്പോൾ പറയാം 2 ദിവസത്തെ ടൂറാ, മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, വാ നമുക്ക് പോകാം എന്ന് പറയും. നികേഷിനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, അവനെ ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നിധിയുടെ അനുവാദവും മേടിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒരു വലിയൊരു യാത്ര തിരിക്കുവാൻ പോവുകയാട്ടോ. അങ്ങനെ മറ്റൊന്നുമല്ല, ടൂറായിട്ടാണ്. നിധിയുടെ ടെൻഷൻ മാറ്റാനാണെന്ന് മറ്റൊരാളോട് പറയുന്നു. അതുപോലെ നികേഷിന്റെ ടെൻഷൻ മാറ്റാനാണ് എന്ന് മറ്റൊരാളോട് പറയുന്നു. അങ്ങനെ സുഭാഷിന്റെ സമ്മർദ്ദം കുറയ്ക്കാനാണ് എന്ന് മറ്റൊരാളോട് പറയുന്നു. അങ്ങനെ സുധീഷ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് ആ ടൂർ പ്ലാൻ ചെയ്യുകയും ആ ടൂർ സക്സസ് ആയിട്ട് നടക്കുവാൻ പോവുകയും ചെയ്യാട്ടോ. അങ്ങനെ ഇതിനിടയിൽ വമ്പൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ടൂർ പോകുന്ന വഴിയിൽ മറ്റൊരാളെ ഇവർ കണ്ടെത്തുകയും ആ ടൂർ പ്ലാൻ ചെയ്ത് യാത്ര തിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് യാത്ര പോകുന്ന. ഒടുവിൽ അത് വലിയൊരു സങ്കടത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്ന. വരും ദിവസത്തെ എപ്പിസോഡുമായി എല്ലാ ദിവസവും നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.